കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിനൂടെ ഗബ്രിയേൽ ദൈവദൂതൻ അഭിവാദ്യം ചെയ്ത് ഏത് രീതിയിലാണ് അഭിവാദ്യം ചെയ്തത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെറ്റാണ് സമാധാനം എന്നുള്ളത്. തെറ്റ് തന്നെയാണ്, എനിക്കതിൽ സംശയമില്ല. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്വസ്തിയാണ്. സ്വസ്തി എന്ന് പറയുന്നത് സ്വർഗം തീരുമാനിച്ച കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ലൂക്ക വളരെ പണ്ഡിതനായ സുവിശേഷകനാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റിയതല്ല, അങ്ങനെ വിചാരിക്കേണ്ട. ബാക്കിയുള്ളിടത്തെല്ലാം സുവിശേഷകൻ എയ്റേനെ ശാലോം സമാധാനമാണ് ഉപയോഗിച്ചത്. ഇവിടെ വിശുദ്ധ കന്യാമറിയത്തോട് മാത്രമാണ് കൈറേൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അത് സ്വസ്തിയാണ് അതിൻ്റെ ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. അവിടെ കന്യാമറിയം അപ്പോൾ ഇത് ഈ ദൂതൻ്റെ സ്വസ്തി കേട്ടിട്ട് അഭിവാദ്യം കേട്ടിട്ട് പറയുന്നുണ്ട്, അവിടെ വിശുദ്ധ കന്യാമറിയം അതുകൊണ്ടാണ് അസ്വസ്ഥയായത് വേറെ. ഇവിടെ ഈ സ്വസ്തിയുടെ അർത്ഥം എന്തെന്നാണ് വിശുദ്ധ കന്യാമറിയം ചിന്തിച്ചത്. അത് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് വാട്ട് സോർട്ട് ഓഫ് ട്രീറ്റിംഗ് ദിസ് മൈറ്റ് ബി, ഇത് എങ്ങനെയുള്ള അഭിവാദ്യമായിരിക്കും എന്നുള്ളത് ചിന്തിക്കുകയായിരുന്നു. കാരണം ഇതുവരെ കന്യാമറിയവും പഠിച്ചതും കേട്ടതും അറിഞ്ഞതും എല്ലാവരും ഉപയോഗിക്കുന്നത് സമാധാനമാണ് ഇറേന്. ഇവിടെ ഉപയോഗിച്ചത് കൈറേൻ, അതായത് സ്വസ്തി എന്നുള്ള വാക്കാണ്. ഇത് സ്വർഗത്തിൻ്റെയാണ്. ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ആർക്കും തെറ്റുപറ്റിയതല്ല, സുവിശേഷകൻ തെറ്റുപറ്റിയതല്ല. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ മാറിയും മറിഞ്ഞുമൊക്കെ പലപ്പോഴും ഇത് രണ്ടും തിരിഞ്ഞു വരണമല്ലോ. കൈറേനും പറയണം, ഏറേനെയും പറയണം, ഇതൊന്നും അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ സ്വർഗം നിശ്ചയിച്ചു കൊടുത്ത ആ വാക്കാണത്. സ്വസ്തി എന്നാണ് കന്യാമറിയം അർഹിക്കുന്നത്. ആ അതാണ് സ്വീകരിക്കുന്നത്. കന്യാമറിയം സ്വർഗത്തിൻ്റെ പ്രത്യേക ആളായിട്ട് മറ്റു മനുഷ്യരിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നെല്ലാം ഉയർത്തപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് സാധാരണ മനുഷ്യർ കൊടുക്കേണ്ടുന്ന ഒരു അഭിവാദ്യമല്ല, ശാലവുമല്ല കൊടുക്കേണ്ടുന്നത് എന്നുള്ള വ്യക്തമായി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അത് വ്യക്തമാകാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്. ചിലർ അത് നിരസിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് ആരും അഭിപ്രായം ഇട്ടതല്ല. കൂടെ നമ്മൾ പ്രാർത്ഥിച്ച് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആയിട്ട് അങ്ങനെ കാണുന്നു, കേൾക്കുന്നു, എല്ലാം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അത് ഈ എന്തെങ്കിലും സമാധാനമൊന്ന് അല്ല സ്വർഗം നിശ്ചയിച്ച സ്വസ്തി എന്നാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് മാറ്റുന്നത്? നമുക്ക് എന്തോ അവകാശം? അത് നമുക്കൊരു അവകാശമില്ല അതിന് മാറ്റാൻ. അത് ബൈബിളിൽ എഴുതപ്പെട്ടു പോയി സ്വസ്തി എന്നാണെന്ന്. അതാരും തെറ്റെന്ന് പറയില്ല. ഒരു 10-15 വർഷം കൊണ്ടുള്ള ഒരു അവസ്ഥ വിശേഷമാണ്. അതിന് മുൻപൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. ഞങ്ങൾ പഠിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എല്ലായിടത്തും സ്വസ്തി എന്ന് തന്നെയായിരുന്നു പറയുന്നത്. അപ്പോൾ നമ്മളെന്താണ് അത് സത്യം അറിഞ്ഞിട്ടും സത്യത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവീകമല്ല. അത് സത്യത്തെ നിഷേധിക്കുന്നതും സത്യം അറിയാൻ ശ്രമിക്കാതിരിക്കുന്നതും അറിഞ്ഞതായിട്ട് ഭാവിക്കാതിരിക്കുന്നതും പൈശാചികമാണ്. അത് ദൈവീകമല്ല, ക്രിസ്ത്യാനിയുടെ സ്വഭാവമല്ല, ദൈവവിശ്വാസിയുടെ സ്വഭാവമല്ല. അത് മുകളിൽ നിന്ന് പറഞ്ഞു വരട്ടെ എങ്കിലേ ശരിയാകത്തുള്ളൂ. കാരണം അവരെല്ലാം ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നു ചില മെത്രാന്മാരും വൈദികരും മിക്കവാറും എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നു. മുൻപ് ഉപയോഗിക്കാതിരുന്ന വൈദികരും ഇപ്പോഴേ അത് ഉപയോഗിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞ കരിസ്മാറ്റിക്കിൽ നിന്ന് ഒരു 10-15 വർഷത്തിന് മുൻപ് വന്ന ആ ഒരു തെറ്റാണിത്. ആ തെറ്റ് തിരുത്തുന്നതിനാണ് ഞാൻ പറയുന്നത്. ഒരു തെറ്റുകൾ ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചില ഇസങ്ങളെ ചില പാർട്ടിക്കാർ പറയുന്ന പോലെ മുകളിൽ നിന്ന് തിരിത്തട്ടെ, ഞങ്ങളെ പാർട്ടി പറഞ്ഞെങ്കിലേ ശരിയാകത്തുള്ളൂ. സൂര്യൻ കിഴക്ക് ദിക്കിലാണ് ഉദയം എന്ന് പറയുന്നത് അത് പാർട്ടി പറയണം, അല്ലെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിക്കില്ല. എവിടെയെങ്കിലും ഉദിക്കും, എവിടെയെങ്കിലും അസ്തമിക്കും. അങ്ങനെയല്ല. അത് കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു ഞങ്ങളെ പാർട്ടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ഇത് നമ്മുടെ മുകളിലുള്ള ആളുകൾ പറയണം എങ്കിലേ ഞങ്ങൾ അത് പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് തെറ്റുപറ്റി അവരും എങ്ങനെയോ തെറ്റിൽ കടന്നുകൂടിപ്പോയി.
അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ അഭിവന്ധ്യ പിതാക്കന്മാരും വന്ധ്യരായ വൈദികരും അത് ശ്രദ്ധിക്കണം. ബൈബിളുമായിട്ട് അത് അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടണം. അതുപോലെ തന്നെയാണ് ഞാനിനിയിപ്പോൾ രണ്ടാമത്തെ ഇത് പറയാൻ നമ്മൾ തെറ്റായിട്ട് വൈദികരും ചിലർ എനിക്ക് തോന്നുന്നു മെത്രാന്മാരും ചിലരും തന്നെ ആളുകൾ പറഞ്ഞു കേട്ടു, വൈദികരും പറഞ്ഞു കേട്ടു, അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് കുടുംബത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ എന്തിനെല്ലാം ഇമ്പമുണ്ട്, എല്ലാത്തിലും ഇമ്പമുണ്ട്. അതുകൊണ്ട് അതെല്ലാം കുടുംബമാണോ? ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ലിവ് ടുഗദർ ഒരു പരിപാടി ഇപ്പോഴുണ്ട്. അത് വിദേശങ്ങളിലെല്ലാം ഉണ്ട്, നമ്മുടെ അടുത്ത രാജ്യങ്ങളിലും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടെന്ന് തോന്നുന്നു. ലിവ് ടുഗദർ കുറച്ച് നാളായിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കുക. ആണും പെണ്ണും കൂടെ വിവാഹം കഴിക്കുന്നില്ല, അതവർക്ക് വേണ്ട, അങ്ങനെ ജീവിക്കുക. അവർക്കത് സ്നേഹമുണ്ട്, സന്തോഷമുണ്ടെന്ന് അവർ ഇമ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ഇമ്പം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നുന്നു, തൃപ്തിയും തോന്നുന്നു. അപ്പോൾ അത് കുടുംബമാണോ ആണെന്ന് പറയുമോ? അങ്ങനെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെങ്കിൽ അത് കുടുംബമായിട്ട് തന്നെ അംഗീകരിക്കണം. ഇവിടെ സുപ്രീം കോടതിയിൽ കേസ് ഒരുക്കിയിട്ടുണ്ട്. ഹോമോസെക്സ്വലും ആണും പെണ്ണും, പുരുഷനും സ്ത്രീയും മാത്രമായിട്ട് ജീവിക്കുക, അത് വിവാഹമായിട്ട് ആശീർവദിച്ച് അവരെ അംഗീകരിക്കണം. വിവാഹ നിയമസാധുത കൊടുക്കണമെന്ന് സുപ്രീം കോടതിയിൽ വരെ പോയവർ, നമ്മുടെ മുൻപുള്ള കേന്ദ്രമന്ത്രിമാർ വരെ പോയിരുന്നു, അത് നടത്തിയിരുന്നു സുപ്രീം കോടതിയിൽ കേസായിട്ട്. അതാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അപ്പോൾ അത് ആണുമായിട്ട് ജീവിക്കുന്നു, പെണ്ണുമായിട്ട് ജീവിക്കുന്നു. അവർ അത് വിവാഹമാണ് അവരുടെ എന്നവർ വാദിക്കും. അത് വിവാഹമായിട്ടുള്ള നിയമസാധ്യത കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കുടുംബമാകുന്നത്? അവർക്ക് ഇമ്പം ഉണ്ടായി, അവർക്ക് സുഖവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടായെങ്കിൽ അതാണ് ഇമ്പം ഉണ്ടായി. അപ്പോൾ അത് കുടുംബമായിട്ട് എങ്ങനെ അംഗീകരിക്കും? അതാണോ കുടുംബം? നമ്മൾ നോക്കട്ടെ, ഒരു ഹൈന്ദവ മതത്തിലും അത് അംഗീകരിക്കത്തില്ല. കാരണം അവരും ഈശ്വരനെ മുൻനിർത്തി സാക്ഷി നിർത്തിയാണ് വിവാഹം നടത്തുന്നത്, എന്നാൽ എല്ലാ മംഗളകർമ്മങ്ങളും നടത്തുന്നത്. അപ്പോൾ ഒരു ഈശ്വര വിശ്വാസികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം നമ്മൾ അത് കൂടുമ്പോൾ ഇമ്പമുള്ളതെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, നമ്മൾ അങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോൾ അത് തെറ്റാണ്. ദൈവം അനുവദിച്ചിരിക്കുന്നതിൽ തെറ്റാണ്. പിന്നെ എന്താണ് കുടുംബം എന്നുള്ളതിന് ഒരു നിർവചനം? ആർക്കും നിർവചനം പറയാനായിട്ടുമില്ല. കൂടുമ്പോൾ ഇമ്പമാണ്. കാരണം കുടുംബം എന്നുള്ള ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ആലോചിക്കുക, കൂടുമ്പോൾ അപ്പോൾ കൂടുമ്പോൾ ഇമ്പം അങ്ങനെ പറഞ്ഞു തുടങ്ങിയതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ വരാൻ ഒരു നിവൃത്തിയുമില്ല. അതൊരു കോമൺ സെൻസ് പ്രകാരം തന്നെ പോലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതല്ല. കാരണം ഐസ്ക്രീം നുണയുന്ന പോലെ എഫർട്ട് വേണ്ട. ഐസ്ക്രീം നുണയുന്നതിന് വല്ല എഫർട്ടും വേണോ? അത് അതിലോട്ടിട്ട് നുണഞ്ഞങ്ങ് ഇറക്കുക. അതുപോലുള്ളതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ നിർവചനം നമ്മൾ ക്രിസ്തീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബൈബിളുമായിട്ട് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അത് ചിന്തിച്ച് പഠിച്ച് ആ ബൈബിളിലെ വചനങ്ങളുമായിട്ട് എഗ്രി ചെയ്യുന്നതാണോ എന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അത് ബൈബിളുമായിട്ട് എഗ്രി ചെയ്യണം, വചനങ്ങളുമായിട്ട്. എങ്കിലേ അത് ശരിയാകത്തുള്ളൂ. നമുക്കൊരു ക്രിസ്തീയത അതിനകത്ത് വരത്തുള്ളൂ, ക്രിസ്തീയ മാനം. ബൈബിളുമായിട്ട് എഗ്രി ചെയ്യാത്തത് അങ്ങനെ അതിനൊരു ക്രിസ്തീയ മാനം ഉണ്ടാകുന്നത്? ഇപ്പോൾ ബൈബിളുമായിട്ട് എഗ്രി ചെയ്യാത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഭാഗം, കുടുംബത്തിൻ്റെ ഭാഗം, മനുഷ്യനെ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് നമുക്കത് നോക്കാം. ഉൽപ്പത്തിയിൽ 1-ാം അധ്യായം 26-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. വേറെ ഒന്നിനെയും സൃഷ്ടിച്ചപ്പോഴൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. മണ്ണിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെന്ന് പറയുന്ന ആരാ? ഒന്നിൽ കൂടുതൽ പേരുണ്ടായെങ്കിലേ നമ്മളെന്ന് പറയത്തുള്ളൂ. ഒരാളുള്ളതിനെങ്ങനെ നമ്മളെന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ വിശുദ്ധ ത്രിത്വം അവർ മൂവരുമായിട്ട് ആലോചിച്ചു അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് അവിടെ സൃഷ്ടി നടന്നത്.
അങ്ങനെ 27 ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. നേരത്തെ ഛായ എന്ന് പറഞ്ഞെടുത്തു, അതിൽ അല്പം പെശകുണ്ട്. അതിനാണ് ഈ വീണ്ടും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താണ് എന്താണെന്നുള്ള ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഛായയും സാദൃശ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒക്കെ ബൈബിൾ പഠിപ്പിക്കുമ്പോഴും അത് വ്യക്തമാക്കാമെന്ന് വിചാരിച്ചാണ്. സാദൃശ്യം എന്ന് പറയുമ്പോൾ ഛായയും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് രണ്ടാമത് സാദൃശ്യം പറഞ്ഞത്. ഛായ എന്ന് പറഞ്ഞപ്പോൾ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നോക്കുന്ന നമ്മൾ രണ്ട് ഛായ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ, അതേ ഛായ അതേപോലെ തന്നെ. പക്ഷേ ഒരു ഗ്രന്ഥകാരൻ ഇവിടെ സാദൃശ്യം രണ്ടാമത് ഉപയോഗിച്ചതിന് പ്രത്യേക അർത്ഥമുണ്ട്. അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഒരു എബ്രായന് ഛായ എന്ന് പറയുമ്പോൾ ആ രൂപം മാത്രമല്ല, അവൻ്റെ ചിന്ത, പ്രവൃത്തി, വാക്ക്, അവനിൽ ഉരുവാകുന്ന ചിന്ത, അവൻ്റെ പ്രകൃതം, അതും എല്ലാം ആ ഛായയിൽ വരും. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ അതേ ചിന്തയും അതേ പ്രവൃത്തിയും അതേ വാക്കും അതും അതേ ഫോം തന്നെ അല്ല മനുഷ്യന്. അതുകൊണ്ടാണ് രണ്ടാമത് സാദൃശ്യം പറഞ്ഞത്. ഏതാണ്ട് അതുപോലെ, സാദൃശ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആദർശ്യം അതുപോലെ എന്നാക്കിയത്. അപ്പോൾ അങ്ങനെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം സ്ത്രീയും പുരുഷനുമായിട്ട് അവരെ സൃഷ്ടിച്ചു. അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടി ഉള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഭൂമിയിൽ കീഴടക്കുക എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലാവും. ഭൂമിയിൽ നിറയുവിൻ എന്നുള്ളത്, നിറഞ്ഞ് കവിയണം, നിറയണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർ സന്താനപുഷ്ടിയുള്ളവരായിരിക്കണം. അപ്പോൾ പിന്നെ മനുഷ്യ സൃഷ്ടി ആ സ്ത്രീയും പുരുഷനെയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്, ദൈവമല്ല. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ദൈവമല്ല, ദൈവം അവരെ കൊണ്ടാണ് ആ സൃഷ്ടി നടത്തുന്നതും ദൈവം അതിനെ അംഗീകരിക്കുന്നു, ആ സൃഷ്ടികളെ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനുള്ളത് ആയിരിക്കണം. അപ്പോൾ മനുഷ്യനാണ് അവിടെ പങ്കാളിത്തം പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ആ പ്രവൃത്തി, ആ ശാരീരിക വേഴ്ച ദൈവേച്ഛയാൽ ചെയ്യുന്ന ആ ശരീര വേഴ്ച ദൈവം ആശീർവദിച്ചാണ്, ദൈവം അനുഗ്രഹിച്ചതാണ് അവരെ അങ്ങനെ ആയിരിക്കാൻ, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ചിലർ ആധുനിക രീതിയിൽ ചിലർ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്ന് ചില ധ്യാന ഗുരുക്കന്മാരാണ്, ഞാൻ ഒരിക്കൽ കേട്ടു, ഞാൻ പറയുന്നില്ല. ചിലർക്ക് ദർശനമുണ്ടായി, ആദവും ഹവ്വായും മറ്റ് ജീവികൾ ഇണചേരുന്നത് കണ്ടു, അതാണ് ആദ്യ പാപം, അതാണ് പാപം, അല്ലാതെ സാത്താനാണ് അവരെ അത് കാണിച്ചത്, അതുകൊണ്ട് അത് പാപമായി എന്ന്. അപ്പോൾ ദൈവം സ്ഥിരതയില്ലാത്തവനാണെന്ന് പറഞ്ഞു വയ്ക്കുക. അവർക്കൊക്കെ ഒരു ലജ്ജിക്കുന്ന അറിഞ്ഞൂടെ. ബൈബിൾ കൈകാര്യം ചെയ്യുന്നവരെങ്ങനെയാണ്? കർത്താവ് ഇവിടെ പറയും, നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകുവിൻ, ഭൂമി നിറയുവിൻ. തൻ്റെ സൃഷ്ടികർമ്മം മനുഷ്യനെ ഏൽപ്പിച്ചു ആ വംശം നിലനിർത്തുന്നതിന്. എന്നിട്ട് കർത്താവ് അതുകൊണ്ട് അവരെ ശിക്ഷിച്ചെന്ന്. അത് ഏത് രീതിയിലാണത് ബൈബിളിൻ്റെ അടിസ്ഥാനമാകുന്നത്, ബൈബിളുമായിട്ട് പൊരുത്തപ്പെടുന്നത്? ചിലരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് വിശുദ്ധ ഫോഷത്തരമാണത്. അപ്പോൾ അങ്ങനെ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. ഇനി 2-ാം അധ്യായം ഉൽപ്പത്തി 1 നമ്മൾ കണ്ടു. ഇനി 2-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് നോക്കാം. ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യൻ രൂപപ്പെടുത്തിയ ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ ജീവൻ വരെ കർത്താവിൻ്റെയാണ്, അതായത് സ്വന്തമായിട്ട് വേറെ ഇവിടത്തൊന്നും വന്നതല്ല. ആ പറഞ്ഞ കർത്താവാണ് പറഞ്ഞത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകാൻ ഭൂമി മുഴുവനും. ഇനി 22-ാം വാക്യം കൂടെ നോക്കാം. ഇവിടെ മനുഷ്യൻ്റെ കാര്യം, പുരുഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്തത് സ്ത്രീയുടെ കാര്യം. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. ഇനി 23, അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. സ്ത്രീയെ നോക്കിയിട്ട് പുരുഷൻ പറഞ്ഞതാണ്. കർത്താവാണ് ഭാര്യയിൽ നിന്ന് എടുത്ത് അതിന് രൂപം കൊടുത്തു, ജീവശ്വാസം കൊടുത്തു, ജീവൻ
നിവേശിപ്പിച്ചു. അതിന് മറ്റൊന്ന് എന്തിനാ പറഞ്ഞു കിടക്കുന്നത്? അപ്പോഴത് കുടുംബം. അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബം ഉണ്ടായത്? നമുക്കതിനൊരു നിർവചനം കൊടുക്കാം, അല്ലേ? ഒരു നിർവചനം. അപ്പോൾ എല്ലാവരും ചോദിക്കും, അത് ഒരു നിർവചനം പിന്നെ എങ്ങനെയാണ് കൂടുമ്പോൾ ഇമ്പം ഉള്ളത് കുടുംബം, അല്ലെങ്കിൽ പിന്നെ കുടുംബം എന്താണെന്ന്. അതാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധ ത്രിത്വം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച പുരുഷനെയും സ്ത്രീയെയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തന്നെ ഘടനയിൽ, അതായത് ത്രിത്വത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും തങ്ങളിൽ നിന്ന് നിരന്തരം നിർഗളിക്കുന്നതുമായ ആ സ്നേഹപ്രവാഹത്തിൽ ജ്വാലയിൽ പുരുഷനെയും സ്ത്രീയെയും പരസ്പരം ബന്ധിച്ച് വിശുദ്ധ ത്രിത്വത്തിൻ്റെ തന്നെ സാദൃശ്യത്തിൽ ദൈവം, പുരുഷൻ, സ്ത്രീ ഇങ്ങനെ 3 വ്യക്തികൾ അടങ്ങുന്നതായി രൂപം കൊടുത്തതാണ് കുടുംബം. വിശുദ്ധ ത്രിത്വത്തിൻ്റെ, അതാണ് ഞാൻ ഇവിടെ പുരുഷനും സ്ത്രീയും മാത്രമല്ല ദൈവമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ത്രിത്വത്തിൻ്റെ സാദൃശ്യം അവിടെ വന്നത്. വിശുദ്ധ ത്രിത്വത്തിൻ്റെ സാദൃശ്യത്തിലാണ് ദൈവം ഈ കുടുംബത്തെ സംവിധാനം ചെയ്തത്. പുരുഷനെയും സ്ത്രീയെയും മാത്രമല്ല, ദൈവവും ഉണ്ട് കൂടെ ഒരു കുടുംബത്തിൽ. അത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഈ നിർവചനം ആണ് ശരിയായിട്ടുള്ളത്, ബൈബിൾ അടിസ്ഥാനത്തിലുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഞാനത് മനസ്സിലാക്കിയതാണ്. ഞാൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ എല്ലായിടത്തും തെറ്റുകളാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളത് ഒരിക്കലും ബൈബിളുമായിട്ട് നിരക്കുന്നതല്ല, സത്യമല്ല എന്ന്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് രൂപപ്പെടുത്തി കിട്ടിയതാണ് ഈ നിർവചനം. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ട അഭിവന്ധ്യ മെത്രാന്മാർ പറയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. മെത്രാന്മാർ വൈദികരെ പലരും പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. വൈദികരെ, അഭിവന്ധ്യരായവർ, നിങ്ങൾ തീർച്ചയായിട്ടും കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് ഒരിക്കലും പറയുകയും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യരുത്. അതല്ല ശരി. നമുക്ക് നമ്മുടെ മാതൃക, നമുക്ക് വിശുദ്ധ ത്രിത്വമാണ് കുടുംബത്തിൻ്റെ മാതൃക. അത് കണ്ടു കഴിഞ്ഞല്ലോ. എന്നാൽ നമുക്കിനി ആദ്യമായിട്ട് അതുകൊണ്ട് ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത് ഇതിനെപ്പറ്റി എന്തുവാണെന്ന് നമുക്ക് നോക്കാം. രണ്ടാം അധ്യായം 4-ാം വാക്യം. പത്രോസ് 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. ഇനി 5, നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. മനസ്സിലായല്ലോ? യേശു ക്രിസ്തുവാണ് സജീവശിലയായിട്ടുള്ള സജീവശില. എല്ലാത്തിൻ്റെ അടിസ്ഥാനം മൂലക്കല്ല, സജീവമാണ്. അപ്പോൾ അതുപോലെ യേശു ക്രിസ്തുവിൽ പടുത്തുയർത്തപ്പെടുന്നതിന് നമ്മളെ ജീവൻ നൽകി നമ്മളെ കൊണ്ട് പടുത്തുയർത്തപ്പെട്ടതാണ് ആ ഒരു കുടുംബം. ആത്മീയ ഭവനമായിട്ട് നമ്മളെ പടുത്തുയർത്തപ്പെടട്ടെ. വിശുദ്ധ പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പ നമ്മളെ പറ്റി അത് വിചിന്തനം ചെയ്യുകയാണ്. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുമ്പോൾ, നമ്മൾ നിർമ്മാണം നടത്തുമ്പോൾ എങ്ങനെ ശിലകൾ കൊണ്ട് പണിയുന്നു. പക്ഷേ ഇവിടെ ഭവനം, സമൂഹം, സഭ ഇത് പണിയുന്നത് ഈ സജീവ ശിലകൾ കൊണ്ടാണ്. നമ്മളാകുന്ന സജീവ ശിലകളാണ്. എന്തിനാണ് ഈ സജീവ ശിലകൾ കൊണ്ടിങ്ങനെ പടുത്തുയർത്തപ്പെട്ട കുടുംബം? എന്തിനാണ്? അപ്പോൾ എങ്ങനെയാണ് അത്? അതിനൊരു കടമ വേണ്ടേ? അതിൻ്റെ ഒരു രൂപം പറഞ്ഞു. ഇനിയും അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കുന്നുവെന്നാണ് ഇവിടെ പത്രോസ്ലീഹ പറയുന്നത്. എങ്ങനെ? യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുന്നു. യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടുന്നത്. യേശു ക്രിസ്തുവിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടുന്നതും നമ്മൾ പറയേണ്ടുന്നതും പ്രവർത്തിക്കേണ്ടുന്നതും എല്ലാം യേശു ക്രിസ്തു വഴിയാണ്. യേശു ക്രിസ്തുവിലൂടെ എന്തിനാണത്? പിതാവായ ദൈവത്തിന്, പിതാവിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് വിശുദ്ധ ത്രിത്വത്തിന് മഹത്വം ഉണ്ടാകണം, ഇതിനു വേണ്ടിയാണ്, അല്ല നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയണം,
ഇന്ന് എൻ്റെ ചിന്തകൾ, വാക്കുകൾ, പ്രവർത്തികൾ എല്ലാം ഞാൻ കർത്താവെ അവിടുത്തേക്ക് ബലിയായിട്ടെല്ലാം സമർപ്പിക്കുന്നു. അവിടുന്ന് പിതാവിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറയണം. പിതാവിന് ബലിയായിട്ട് അവിടുന്ന് ഇത് സമർപ്പിക്കട്ടെ, ഞങ്ങളുടെയും കൂടെ ബലിയായിട്ട്. നമ്മൾ അപ്പോൾ ബലിയെന്ന് പറയുന്നത് നമ്മളെ വിശുദ്ധ കുർബാനയെ നമ്മൾ ബലി അർപ്പിക്കുന്നുണ്ട് അല്ലേ? പുരോഹിത നമ്മൾ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. എങ്ങനെയാണ് പുരോഹിതർ? നമ്മൾ അവിടെ പുരോഹിതർ എന്ന് പറയുന്നത് ബലികൾ അർപ്പിക്കുന്നു, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം ചെയ്യുന്നു. നമ്മൾ സ്വന്തം കാര്യം മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൂടുതലും പുരോഹിതർ ചെയ്യുന്നത്. നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പുരോഹിതരാകുന്നത്? നമ്മൾ പുരോഹിതരാകുന്നത് നമ്മളും അത് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത് അല്ലാതെ ചുമ്മാതെ അങ്ങ് പറയുമല്ല. നമ്മൾ പുരോഹിത ആകട്ടെ എന്ന് ജനമാവുകയും ചെയ്യട്ടെ എന്ന് പറയുന്നത്. നമ്മളെന്തോ ബലി അർപ്പിക്കുന്നു? വിശുദ്ധ കുർബാനയിൽ നമ്മളെ പുരോഹിതനോട് ചേർന്ന് നമ്മൾ ബലികൾ അർപ്പിക്കുന്നു. നമുക്ക് അറിയാം. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞ പ്രാർത്ഥനയില്ലേ, നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി. എൻ്റെ ചിന്ത എൻ്റെ ഇഷ്ടത്തിനാണോ? ഒരു കുടുംബമായപ്പോൾ നമ്മൾ പറഞ്ഞ അത് വിശുദ്ധ ത്രിത്വത്തിൻ്റെ സാദൃശ്യത്തിലാണ്. അത് നമ്മുടെ ആ 3 പേരും വിശുദ്ധ ത്രിത്വത്തിലെ 3 പേരും 3 വിധത്തിലാണോ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? 3 വഴിക്കാണോ? അല്ല, ഒന്നിച്ചാണ്. ആ സ്നേഹജ്വാലയിലാണ്, നമ്മളെ സ്നേഹപ്രവാഹത്തിലാണ് ഈ നമ്മളാകുന്ന കുടുംബത്തെയും ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എൻ്റെ ഇഷ്ടമല്ല, ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന് നോക്കി അതിൻ്റെ ഇഷ്ടത്തിലാണ് ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഭാവി വേണ്ടിയത് മാത്രമായിട്ട് നോക്കി ഞാൻ ഒരെണ്ണിനെ ഫേവർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ അത് കുടുംബജീവിതം അല്ലാതെ ബലിയല്ലാതെ കായൻ്റെ ബലി പോലെ ആയിപ്പോയി. അതിന് പറയുന്ന വാക്ക് അതേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. കായൻ്റെ ബലി പോലെ ആയി. കാരണം ആ മനസ്സ് ശരിയല്ലാത്തവരാണ് കായൻ്റെ ബലി സ്വീകരിക്കാത്തത്. കായൻ്റെ മനസ്സിൽ വിഷലിപ്തമായ ചില കാര്യങ്ങളൊക്കെ ബാധിച്ചിരുന്നു മനസ്സിനെ. അതുകൊണ്ടാണ് ഇത് സ്വീകാര്യം ആകാതിരുന്നത്. അതുപോലെ ആയിപ്പോവും. പിന്നെ മറിച്ച് എങ്ങനെയാണ്? മറ്റ് ഭാര്യയുടെ, ഇനി ഭാര്യ ചെയ്യേണ്ടുന്നത് ഭർത്താവിൻ്റെ ഇഷ്ടം, കാര്യങ്ങൾ, അതിൻ്റെ നന്മകൾ, ആ ആഗ്രഹങ്ങൾ, അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം? അവരവരുടെ ആ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അവരവരുടെ നന്മകളും എല്ലാം നോക്കി ഉണ്ടാകുന്ന ആ ഗുണങ്ങൾ, അത് ഉണ്ടാകുന്ന എന്തെങ്കിലും ക്ഷേമങ്ങളും എല്ലാം ബലി കഴിക്കണം. അവിടെ നമ്മൾ ഞാൻ പറഞ്ഞ് രാവിലെ ബലി കഴിച്ചിരിക്കണം, ബലി അർപ്പിക്കുകയാണ്. പിന്നെ ദിവസം തോറും എപ്പോഴും ഒരു ദിവസം ഒരിക്കലല്ല, ഒരു കുടുംബജീവിതത്തിൽ ഉറങ്ങുമ്പോൾ പോലും 24 മണിക്കൂറും ആ ബലി അർപ്പിക്കുകയാണ്. നിരന്തരം ബലി അർപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ സ്ത്രീയും പുരുഷനും മാത്രമാണോ? മക്കൾക്കും കൂടെ. ഇനി മക്കളെങ്ങനെയാണ്? മക്കൾ മാതാപിതാക്കൾക്ക് സ്വന്തം കാര്യങ്ങളെല്ലാം ബലി അർപ്പിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് തന്നെ എല്ലാം അങ്ങ് നടക്കുകയാണോ? ബലി അർപ്പിച്ചുകൊണ്ട്. അപ്പോൾ നിരന്തരം ബലി ഒരു കുടുംബത്തിൽ നടക്കുകയാണ്, എല്ലാ നിമിഷവും നടക്കുകയാണ്. അപ്പോൾ എത്ര ബലികളാണ് നമ്മൾ അർപ്പിക്കുന്നതല്ലേ? നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഒരുപാട് ബലികൾ നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ പുരോഹിത ജനമല്ലാതെ പിന്നെ നമ്മൾ ആരാ? പുരോഹിത ഗണമാണ്. 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. കണ്ടോ? രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം? വിശുദ്ധ ത്രിത്വം ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സാദൃശ്യത്തിൽ നമ്മളെ പടുത്തുയർത്തപ്പെട്ട ആ കുടുംബത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അപ്പോഴേ സ്വന്തം ജനമാകത്തുള്ളൂ. പല വിധത്തിലാകുമ്പോൾ, പല രീതിയിലാകുമ്പോൾ സ്വന്തം ജനമല്ല, ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ല, ദൈവത്തിൻ്റെ സ്വന്തമല്ല ആ കുടുംബം. ആണെന്ന് പറയുന്നെങ്കിൽ അത് കള്ളമാണ്, കാപട്യമാണ്. നമുക്ക് അതിനെ ഒന്നും കൂടെ ന്യായീകരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ തന്നെ നമ്മൾ നോക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. ഈ കുടുംബത്തിൻ്റെ ഒരു ദൈവജനത്തിൻ്റെ ഒരു സവിശേഷതയാണ്, മുഖമുദ്രയാണ് ഇത് പറയുന്നത്. നമ്മുടെ ഒരു മുദ്ര, ഓരോ കുടുംബത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, നമ്മൾ ക്രിസ്തീയ കുടുംബത്തിൻ്റെ. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. കണ്ടോ?
സത്യം എന്തുവാ? ദൈവമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളാണ് സത്യം. അത് ഞാൻ അവനെ അറിയുന്നു, ക്രിസ്തീയ പേരുണ്ട് എനിക്ക്, ഞാൻ ക്രിസ്തീയ നാമധാരിയാണ്, എല്ലാം ചെയ്യുന്നുണ്ട്, പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന കൊള്ളുന്നു, പ്രാർത്ഥിക്കുന്നു, പല നേരവും പ്രാർത്ഥിക്കുന്നുണ്ട്, പല പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട്, അനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യമില്ലെങ്കിൽ, അവനിൽ സത്യമില്ല, കൽപ്പനകൾ പാലിക്കാതിരിക്കുകയാണെങ്കിൽ, ഏതാ കൽപ്പന? എപ്പോഴും ബലി അർപ്പിക്കണം. എങ്ങനെയാണ് ബലി? നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ളവ, സ്വാർത്ഥതകളെല്ലാം ബലി അർപ്പിക്കണം. അവനിൽ സത്യമില്ല, കർത്താവിൻ്റെ കൽപ്പന പാലിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ കള്ളമാണ് പറയുന്നത്. അവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. ഇനി 5 പറയുന്നു, എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ആ വചനം പാലിക്കുന്നുണ്ടെങ്കിൽ അവനിൽ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ദൈവസ്നേഹത്തിലാണ് നമ്മളെല്ലാം ഇങ്ങനെ ഓരോ കുടുംബത്തെയും ദൈവം സജീവ ശിരകളായി നമ്മളെ പണിത് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹമാണ് അതിൻ്റെ ഒട്ടിക്കുന്നത്, നമ്മളെ തമ്മിൽ ഒട്ടിക്കുന്നത്. എന്തുവാ മേസൺറി രീതിയിൽ പറയുമ്പോൾ എന്തുവാ? ചാന്ത് അല്ലേ? ആ ബിഷപ്പ്, അത് ദൈവസ്നേഹമാണ്. സീസതൃത്വത്തിൽ നിന്ന് പുറപ്പെടുന്ന അനർഗളമായിട്ട് നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്നേഹജ്വാല, സ്നേഹതീഷ്ണതയാണ്. ഇനി 6ാമത്തെ വാക്കിൽ ഇനി അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുകയാണ്. അവസാനം പറയുന്നത് അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചെങ്കിലാണ് നമ്മൾ പറയുന്നത് നാം ദൈവത്തിലാണ്, യേശുവിലാണ് വസിച്ചിരിക്കുന്നതെന്ന്. 6ാമത് പറയുന്നു, അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, ചിന്തിക്കണം. നമ്മളെല്ലാവരും പറയുന്നത് 1 യോഹന്നാൻ 2:6 നമ്മളെല്ലാവരും വിചാരിക്കും എല്ലാം ചെയ്യുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു, പ്രവർത്തിക്കുന്നു, എല്ലാം ചെയ്യുന്നു, ധാരാളം പ്രാർത്ഥിക്കുന്നു, ധാരാളം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാം ചെയ്യുന്നു, വാദോരാതെ പ്രസംഗിക്കുന്നു. പക്ഷേ അവരെന്ത് ചെയ്യണം? അവനിൽ വസിക്കുന്നെന്ന് പറയുന്ന നമ്മൾ അവൻ നടന്ന വഴിയിൽ കൂടി തന്നെ നടക്കണം. അതേ വഴിയിലൂടെ, ഇവിടെ പ്രത്യേകം പറയുന്നു, അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പറയുന്നത് വ്യാജമാണ്. അപ്പോൾ അവനിൽ നമ്മൾ വസിക്കുന്നത്, നമ്മൾ അവനിലായിരിക്കണം, അവൻ്റെ വചനം പാലിച്ചുകൊണ്ട്. അവനിൽ പറഞ്ഞിരിക്കുന്ന വചനം, ഈ വേദപുസ്തകം, അത് പാലിച്ചുകൊണ്ട്, അതിനകത്തുള്ളത് പാലിച്ചുകൊണ്ട് വേണം ബാക്കി ചെയ്യുന്നത്. അല്ലാതെ അതിന് വിരുദ്ധമായിട്ടുള്ള അതിലുള്ള വാക്കുകൾ ക്ലിയറായിട്ട് കാര്യങ്ങൾ, വചനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിന് വിരുദ്ധമായിട്ടൊന്നും ചിന്തിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത്. അത് ദൈവികമല്ല, പൈശാചികമാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഞാനിത് ഉപസംഹരിക്കുന്നു. ഇത് നമ്മൾ പതിവായിട്ട് ഞാനും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വലിയ തെറ്റാണ് ഇത് പറയുന്നത്, കുടുംബം കൂടുമ്പോൾ ഇമ്പം ഉള്ളതെന്ന്. ചിലർക്കത് അങ്ങനെ അല്ലെന്ന് തോന്നിയേക്കാം. കുടുംബം ഇനി വേണമെങ്കിൽ ഒരു മുടന്ത ന്യായം വേണമെങ്കിൽ പറയാം. കുടുംബം എന്ന് പറയാൻ ഒന്നിച്ച് ജീവിച്ചപ്പോൾ അവർക്ക് ഇമ്പമുണ്ട്, അതുകൊണ്ടല്ലേ അതിനെയല്ലയോ കുടുംബം എന്ന് പറയാം. അല്ലെങ്കിൽ അത് കുടുംബം അല്ലെന്ന് പറയും, ഞങ്ങളും പറയാം. അങ്ങനെ അല്ലല്ലോ പറഞ്ഞ് ഇതുവരെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കൂടുമ്പോൾ ഇമ്പം ഉള്ളത് കുടുംബം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരണം. അതിൻ്റെ ഘടന എന്താണെന്ന് അറിയണം, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയണം, അതിൻ്റെ മുഖമുദ്ര ഇപ്പോൾ വായിച്ച് കേട്ടത് അതറിഞ്ഞിരിക്കണം. ഇതൊന്നുമില്ലാത്തത് ഇതിന് സ്വീകാര്യമല്ല, യോഗ്യമല്ല, ബൈബിളുമായിട്ട് യോജിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കണം. ഇത് തെറ്റുകൾ അറിഞ്ഞ് തെറ്റായിട്ടറിഞ്ഞു, ശരിയെന്നറിഞ്ഞു, അപ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ, അത് സ്വീകരിച്ച് പ്രാവർത്തികമാക്കാനും കൂടെ ശ്രമിക്കണം. അല്ലെങ്കിൽ എനിക്ക് മുകളിൽ നിന്ന് വരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കാർ പറയുന്ന പോലെ അവിടുന്ന് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഞങ്ങൾ വിശ്വസിക്കുന്നതിൽ ശരിയല്ലെന്ന് പറയരുത്. ബൈബിൾ അടിസ്ഥാനത്തിൽ ഓരോ വാക്കുകളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്. കത്തോലിക്ക സഭ ഇതല്ലെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അതല്ലെന്ന് അങ്ങനെ പറയട്ടെന്ന് പറയുന്നത്? സ്വയമായിട്ടുള്ള കുറച്ച് ബോധവും ജ്ഞാനവും ഒക്കെ വേണം, അതിൽ തെറ്റൊന്നുമില്ല, അത് തെറ്റല്ല. അതുകൊണ്ടായിട്ട് ബൈബിളോട് അടിസ്ഥാനപ്പെടുത്തി നോക്കണം, അതുമായിട്ട് നമ്മൾ വിവേചിച്ചറിഞ്ഞ് നോക്കണം. ഇച്ചിരി പരിശുദ്ധാത്മാവിനോട് ഇച്ചിരി എഫർട്ട് എടുക്കണം, അല്പം ഒന്ന് ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം ഏതാണ് ശരി തെറ്റെന്ന്. സംശയമുള്ളപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരും. അതിനുള്ള മനസ്സ് കാണിക്കണം.
മുൻവിധിയോടൊരു കാര്യവും എടുക്കരുത്. ഇവിടെ മുൻവിധിയാണ് നമ്മളെ കൂടുതൽ പേരെ എല്ലാവരെയും ഭരിക്കുന്നത്. അത് നമുക്ക് ക്രൈസ്തവമല്ല. ഈശ്വര വിചാരം ഹൈന്ദവ മതത്തിലായാലും മുൻവിധി തെറ്റാണെന്ന് അവരും പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപാടുണ്ട് പഠിപ്പിക്കുമ്പോൾ. അവരും ശരിക്കും പഠിച്ചും കൊണ്ടല്ല ഓരോരുത്തർക്കും ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കാര്യം, നമുക്ക് നമ്മുടെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ തീവ്രമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ ചിന്തിപ്പിക്കുകയും സത്യം അംഗീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും അങ്ങനെ നമ്മളെ സത്യത്തിൽ തീഷ്ണതയുള്ളവരാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.